അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ ഇന്ന് നടന്ന 5ാം ക്ലാസ്സിലെ തജ്വീദ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ശരിക്ക് നേരെ ശരി നൽകാം. അപ്പോൾ ബഹുമാനികളായ മലക്കുകൾ, കിതാബത്ത്, സഫറത്ത്, അതിൽ ഏതാണോ ശരി അതിലേക്ക് ശരിയിടാം. രണ്ടാമത്തത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു വഅല്ലമഹു, ഇതിലേതായിരുന്നു? 3 30 ആയത്തുകൾ ഉള്ള സൂറത്ത്, സൂറത്തു യാസീൻ, സൂറത്തു മുൽക്ക്. 4 ഒരേ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത്, സ്വാദും സീനും ലാമും മീമും. എപ്പോഴും സുക്കൂനായിരിക്കണം, ലമീറിൻ്റെ ഹായിന് സക്കത്തയുടെ ഹായിന്. ഇനി രണ്ടാമത്തത് ഓരോ ഉദാഹരണം വിധേയതാനായിരുന്നു ഉണ്ടായത്. അതിലൊന്ന് ഹ ഉ താനീസിന് ഒരു ഉദാഹരണം, 2 ഹ ഉൽ ലമീറിൻ്റെ മുമ്പ് സുക്കൂന് വന്നതിന് ഒരു ഉദാഹരണം, 3 ഹംസത്തുൽ വസലിന് ഉദാഹരണം, 4 ഹംസത്തു ഖത്തായിന് ഒരു ഉദാഹരണം. ഇതാണ്. ഇനി മൂന്നാമത്തത് ഉദ്ദേശം എഴുതാനായിരുന്നു. അതിലൊന്ന് ഇത്ബാക്ക്, ഇത്ബാക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എഴുതാനായിരുന്നു. 2 ഇസ്തിആല, 3 കൽക്കലത്ത്. പിന്നെ വന്നത് പൂർത്തിയാക്കാനായിരുന്നു. അതിലൊന്ന് വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് അങ്ങ് പൂരിപ്പിച്ച് കൊടുക്കുക, പൂർത്തിയാക്കാം. ഇനി 2 റിഹവ്, മഹ്റജിൽ ഊനൽ ദുർബലമായതിനാൽ മൃദുവായി. ഇനി 3 തുടങ്ങുമ്പോഴും ചേർത്ത് ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക്. 4 അല്പമെങ്കിലും ഖുർആൻ മനപ്പാഠമില്ലാത്തവൻ്റെ ഹൃദയം. 5 വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെ ഏറെ. ഇനി 5ാമത്തത് ഉത്തരം എഴുതാം. 1 സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന്? 2 കൽക്കലത്തിൻ്റെ ഹർഫുകൾ ഏതെല്ലാം? 3 ഉത്താനീസിന് ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ ഓതണം? 4 ഹംസത്തുൽ വസ്ല് എന്ന് പറയുന്നു ഏതിന്? 5 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത്? 6ാമത്തത് 2 എണ്ണം വിധ എഴുതാനായിരുന്നു. അതിലൊന്ന് പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള സൂറത്തുകൾ, അതിൽ 2 പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള ആയത്തുകൾ. ഇപ്പോൾ സൂറത്തുകൾ ആയത്തുകളും 2 എണ്ണം എഴുതാനായിരുന്നു. അപ്പോൾ ഇത്ര ആയിരുന്നു ഇന്നത്തെ 5ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ ഈസിയുള്ള ചോദ്യമായിരുന്നു ഇന്നുണ്ടായത്. എല്ലാവർക്കും ഉന്നത വിജയം അള്ളാഹു നൽകട്ടെ.